മോൻ ഇന്ന് കോളേജിൽ നിന്ന് സംഭവം ഉണ്ടായത് മോനെ ബാഡ്മിന്റൺ പ്രാക്ടീസിന് പോയപ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മർദ്ദിച്ചിട്ട് അവനെ കൊണ്ടുപോയി റൂമിൽ കൊണ്ട് പൂട്ടിയിട്ട് അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഷർട്ടൊക്കെ വലിച്ചു കീറി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്ത് അങ്ങനെ ട്രീറ്റ്മെന്റിലും കാര്യങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. അവിടുന്ന് കോളേജിൽ നിന്ന് പിന്നെ കുട്ടികളെല്ലാം കൂടെ ഷർട്ടൊക്കെ വലിച്ചു കീറി കുഞ്ഞിനെ അവിടുത്തെ മർദ്ദിച്ച് തലയ്ക്കും ശരീരത്തിൽ മൊത്തം പരിക്കുണ്ട്. പരിക്ക് മുറിവല്ല, ചതവും ഉടവൊക്കെയുണ്ട്. അങ്ങനെ ട്രീറ്റ്മെന്റിലാണ്. മെന്റലി ആള് പ്രിപ്പയർഡ് അല്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവർ പ്രകോപിതരായി മർദ്ദിക്കാനുണ്ടായത്. അതാണ് അതേ ഉള്ളൂ. റാഗിങ് റൂമിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഇടിച്ച് ഷർട്ടൊക്കെ വലിച്ചൂരി എടുത്ത് എന്നൊക്കെയാണ് മോൻ പറഞ്ഞത്. അപ്പോഴങ്ങനെ ആളുടെ സാഹചര്യത്തിൽ അത് റാഗിങ് തന്നെയാണ്. സംസ്ഥാനത്ത് പല ക്യാമ്പസുകളിലും തുടർച്ചയായി ഇത്തരത്തിലുള്ള റാഗിങ്ങുകൾ തുടരുകയാണ്. ഇതെല്ലാം ഭരിക്കുന്ന കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരാണ് നടത്തുന്നത്. പോലീസിന്റെ നിഷ്ക്രിയത്വവും കേസെടുക്കുന്നതിലുള്ള വീഴ്ചയും അന്വേഷണം നടത്തുന്നതിനുള്ള പാളിച്ചകളും സർക്കാരിന്റെ സഹായവുമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള റാഗിങ്ങുകൾ അനുസ്യൂതം കേരളത്തിൽ തുടരുന്നതിന് കാരണം. SFI നേതാക്കളെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് കണക്കാക്കണം. CPM നേതാക്കന്മാര് SFI ഗുണ്ടകളെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് കണക്കാക്കി അവരെ ഒറ്റപ്പെടുത്താൻ തയ്യാറാവണം. അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ റാഗിംഗ് തുടരുന്നത്. ഇത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ തോതിൽ ആശങ്കയിലാക്കിയിരിക്കുന്നു.